ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്കാരുടെ പുച്ഛം മാത്രമാണ്. സ്ത്രീകൾ കൊടുങ്കൈ ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. തെറ്റ് ചെയ്തവർ നിയമം മൂലം ശിക്ഷിക്കപ്പെടട്ടെ. സ്വയം പ്രഖ്യാപിത കോടതികളെ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളിൽ എത്ര പേർ ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എനിക്കത് അറിയണം. ഇത്രയും വലിയ തണ്ടിത്തരം കാണിച്ച പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്നുള്ളത് ഒന്ന് അറിയുക തന്നെ വേണം. ഇതിപ്പോ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല, ചിലരെ കണ്ടു. ദീപക് എന്ന് പറയുന്ന പുരുഷന്റെ മരണത്തിൽ സന്തോഷിക്കുകയും ഷിംജിത എന്ന് പറയുന്ന പെണ്ണിനെ ഉളുപ്പില്ലാതെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ചില സ്ത്രീകളെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ശ്രീലക്ഷ്മി അറക്കലിനെ അറിയാലോ, എക്സ്ട്രീം ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ. ഇവളെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ഫെമിനിസ്റ്റുകളെ പറയിപ്പിക്കാനുണ്ടായ ഒരു ജന്മം, അല്ലെങ്കിൽ സ്ത്രീകളെ പറയിപ്പിക്കാനുണ്ടായ ഒരു ജന്മം എന്ന് വേണമെങ്കിൽ പറയാം. പീഡന വിഷയത്തിൽ ഒരേ സമയം ദിലീപിനെ എതിർക്കുകയും വേടനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകളുടെ തലവത്തിയാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കൽ. പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് ആർജ അഞ്ജലിയാണ്. ആളെ മനസ്സിലായല്ലോ. കുണ്ടിയിൽ മൈലാഞ്ചിട്ട് തരുമോ എന്ന് ചോദിച്ച വൈറലായ പെണ്ണില്ലേ, അവള് തന്നെ. ഇവരുടെയൊക്കെ നിലവാരം നമുക്ക് പണ്ടേ അറിയാം. എന്നാലും ഒരു മനുഷ്യൻ മനോവേദന സഹിക്കാതെ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന സമയത്തും ഈ അപരാധിച്ച ഫെമിനിസം കൊണ്ടുവരുന്നവരോടൊക്കെ അറപ്പാണ് തോന്നുന്നത്. ദീപക് ആത്മഹത്യ ചെയ്തതിന് ശേഷം പട്ടി പെറ്റിട്ട് പോലെയാണ് ശ്രീലക്ഷ്മി അറക്കൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൂട്ടിയത്. ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ. മരണത്തിൽ പോലും ദീപകിനെ വെറുതെ വിടാത്ത പോസ്റ്റുകൾ ഞാനൊന്ന് വായിച്ചുതരാം. നമ്മുടെ നാടിന്റെ ഒരു ഗതികേട് നോക്കണം. അതെ, നിന്നെ പോലുള്ളവരൊക്കെ ഈ നാട്ടിൽ ജീവിക്കേണ്ടി വരുന്നില്ലേ? അതിനും വലിയ ഗതികേട് ഇനി എന്താണ് വരാനുള്ളത്? ലൈംഗിക അതിക്രമങ്ങൾ അത് നേരിടുന്ന ആളുകൾ ആ സമയത്ത് തെളിവുകൾ ഉണ്ടാക്കി വെക്കണം. അതെ, ഒരു തെളിവുണ്ടാക്കിയത് ഇപ്പൊ കണ്ടല്ലോ. വൈറലാവാൻ വേണ്ടി തെളിവുണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനെ കൊലക്ക് കൊടുത്തില്ലേ? ഇനിയും മതിയായില്ലേ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ നടന്ന സകല ലൈംഗിക അതിക്രമ കേസുകളിലും ഇരകൾ വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ടായിരിക്കും അല്ലെ അവർക്ക് നീതി കിട്ടിയത്, പ്രതികളെ കോടതി ശിക്ഷിച്ചത്? അല്ല, പറയുന്ന കേട്ട് അങ്ങനെയാണല്ലോ തോന്നാം. എന്നെ പീഡിപ്പിച്ചേ എന്നും പറഞ്ഞിട്ട് അതിന് തെളിവായി ഒരു വീഡിയോ കൊണ്ട് ചെന്ന് കൊടുത്താൽ മാത്രമേ സ്ത്രീകൾക്ക് നീതി കിട്ടുകയുള്ളൂ എന്നാണ് ഈ അപരാധം പിടിച്ച സ്ത്രീ പറയുന്നത്. ഇവർ ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കുന്നത്? ഇവിടെ എത്ര പീഡന കേസുകൾ നടന്നിരിക്കുന്നു. അതിലെല്ലാം സ്ത്രീകൾ തെളിവായി വീഡിയോ എടുത്ത് കൊണ്ടുപോയി കൊടുത്തത് കൊണ്ടാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. അല്ല, ശ്രീലക്ഷ്മി പറയുന്ന കേട്ട് അങ്ങനെയാണല്ലോ തോന്നാം. ശാരീരികമായി ആക്രമിക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് അത് വീഡിയോ എടുക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. ആക്രമിക്കപ്പെടുന്ന സമയത്ത് നീ എന്താണ് തെളിവ് ഉണ്ടാക്കാഞ്ഞത് എന്നൊരു കോടതിയും അവളോട് ചോദിക്കില്ല. വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് അടിച്ചു വിടന്നെ. അല്ലെങ്കിൽ കിടന്ന് എൻജോയ് ചെയ്തില്ല എന്നൊക്കെയുള്ള കമന്റുകൾ നേരിടേണ്ടി വരും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തെളിവുണ്ടായിട്ട് പോലും അവരെയും പൾസർ സുനിയെയും ചേർത്ത് എന്ത് മോശം കഥകളാണ് സോഷ്യൽ മീഡിയ ഓരോ ഉളകൾ എഴുതി ഉണ്ടാക്കുന്നത്. ഈ സ്ത്രീ ഇത് എങ്ങോട്ടാ പോകുന്നത്? ദിലീപിനെ കുറെ അപരാധം പിടിച്ച ഫാൻസും PR ടീമും എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതും ഇപ്പോഴത്തെ ദീപകിന്റെ ആത്മഹത്യയും തമ്മിൽ എന്താണ് ബന്ധം? ഇത് ഷിംജിതയെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കണം. അതിനാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ കേസൊക്കെ ഇതിലേക്ക് വലിച്ചേക്കുന്നത്. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് വിട്. ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ഒരിക്കലും ഒരു പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത്. കാരണം കേസ് എടുത്താൽ നാളെ വേറെ ഒരു പെൺകുട്ടിക്ക് പ്രതികരിക്കാനോ ഇതുപോലെ വീഡിയോ എടുത്ത് തെളിവ് സൂക്ഷിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. ഓം പ്രാട്ടി കേസൊന്നും എടുക്കുന്നില്ല. അവളെ താലപ്പൊലി വെച്ച് സ്വീകരിക്കാം. എന്താ മതിയോ? എന്തോ ഒരു സ്നേഹമാണെന്ന് നോക്കണം. ഒരു മനുഷ്യന്റെ ജീവൻ കളഞ്ഞ പെണ്ണിനോടാണ് ഈ സ്നേഹം കാണിക്കുന്നത്. ഷിംജിതക്കെതിരെ കേസ് എടുത്താൽ നാളെ മറ്റൊരു പെൺകുട്ടിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായാൽ വീഡിയോ എടുത്ത് വെക്കാനും പ്രതികരിക്കാനും കഴിയില്ല പോലും. കഴിയണ്ട, അതന്നെയാണ് നല്ലത്. ഇതുപോലെ വീഡിയോ എടുക്കാനാണെങ്കിൽ അതിന് വേണ്ട. അല്ലെങ്കിൽ ജനുവിനാണെങ്കിൽ പ്രതികരിച്ചോ, കേസ് കൊടുത്തോ, കേസിന്റെ ബലത്തിന് വേണ്ടി വീഡിയോകൾ എടുത്തോ, എല്ലാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഷിംജിത് എടുത്തത് പോലെയുള്ള വീഡിയോകൾ എടുത്തു വന്നാണെങ്കിൽ ജനം മുഖത്ത് തുപ്പും. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അതാ വീഡിയോ തന്നെ ഉണ്ടല്ലോ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നതിന്റെ തെളിവ്. ഷിംജിത വൈറലാവാൻ വേണ്ടി എടുത്ത വീഡിയോ തന്നെ അതിന്റെ തെളിവുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെയും ഉറപ്പ്. അല്ല, ഞാൻ ഇനിയൊരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. അയാൾ തെറ്റ് ചെയ്തോന്ന് നിനക്കെന്താ ഉറപ്പ്? നീ കണ്ടോ? ഇല്ലല്ലോ. ആ വീഡിയോയിൽ പോലും അത് കാണുന്നില്ല. പിന്നെ എന്തുറപ്പിലാണ് നീ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത്? ഇതിനുള്ള മറുപടി നിന്റെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ. എനിക്ക് ആ വീഡിയോ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി അയാൾ വൃത്തികെട്ടവനാണെന്ന്. അതെ, ഒരാളെ കാണുമ്പോഴേക്കും അയാൾ വൃത്തികെട്ടവനാണോ നല്ലവനാണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കേട്ടോ അവൾക്ക്. നിന്റെയൊക്കെ കണ്ണിന്റെയും മനസ്സിന്റെയും വൈകല്യമാണത്. അതുകൊണ്ടാണ് ഒരാളെ കാണുമ്പോഴേക്കും അയാൾ വൃത്തികെട്ടവനാണെന്ന് തോന്നുന്നത്. നിന്റെ കണ്ണ് കൊണ്ടുപോയി കുത്തി പൊട്ടിച്ച് കളാം. അതാണ് നിനക്ക് നല്ലത്. നിന്റെ ദൃഷ്ടി പതിഞ്ഞാൽ അതോടെ തീർന്നു. നീ പിടിച്ച് വൃത്തികെട്ടവനാക്കും. നമുക്കും ഇവിടെ ജീവിക്കേണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാണ്. നിന്റെ കണ്ണ് പോയി കുത്തി പൊട്ടിച്ച് കളഞ്ഞേക്ക്. എന്നാ പിന്നെ ഈ വൃത്തികെട്ടവന്മാരെയൊന്നും കാണണ്ടല്ലോ. ഞങ്ങൾക്കും സമാധാനമായിട്ട് നടക്കാം. നീ ബാക്കി പറഞ്ഞാലും. ഇല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ശരീരത്തെ സ്പർശിക്കില്ലായിരുന്നു. ഇത് കറക്റ്റ് അവളുടെ ബ്രസ്റ്റിൽ തന്നെയാണ് അയാൾ മുതുകിട്ട് സ്പർശിച്ചത്. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്പർശനം തുടങ്ങി എന്ന കാര്യം തന്നെ കൃത്യമാണ്. ആ വീഡിയോയിൽ പോലും അയാൾ അവളെ മനഃപൂർവ്വം സ്പർശിക്കുന്നതായിട്ട് കാണുന്നില്ല. തിരക്കിനിടയിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന തട്ടലും മുട്ടലും ഒക്കെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ തന്നെ അയാൾ സ്പർശനം തുടങ്ങിയെന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. കഷ്ടം കിട്ടോ. ബസ്സിൽ ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചവർക്കും അത് കറക്റ്റ് മനസ്സിലാകും. ബസ്സിൽ കയറി പിടിക്കുന്ന വിരുദ്ധന്മാർ ഭയങ്കര അഭിനയമാണ്. അവന്മാർക്ക് കറക്റ്റ് അറിയാം എങ്ങനെ ഒന്നും അറിയാത്ത പോലെ നിന്നിട്ട് തട്ടുകയും മുട്ടുകയും ചെയ്യണമെന്ന്.
ശരി, പറയുന്ന കേട്ടതൊന്നും ബസ്സിൽ ജാക്കി വെക്കാൻ പോകുന്നവർക്കൊക്കെ ഇവളാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. ഇതുപോലത്തെ അനുഭവങ്ങൾ വരുമ്പോൾ എല്ലാവർക്കും ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത്. പ്രതികരിക്കുന്ന പെൺകുട്ടികളെ കേസ് കൊടുത്തൊതുക്കാൻ നോക്കുന്നത് ഇനി പെൺകുട്ടികൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇതുപോലെ അതിക്രമം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നീ ആഗ്രഹിച്ചിരിക്കത്തേ ഉള്ളൂ. അവൾക്കെതിരെ ഓൾറെഡി കേസ് എടുത്തു കഴിഞ്ഞു. ഇനി അവൾക്ക് നല്ലൊരു ശിക്ഷ കൂടി കിട്ടണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാലേ ഇനി സമാധാനം കിട്ടും. ഇനി ശ്രീലക്ഷ്മി അറക്കളുടെ അടുത്ത പോസ്റ്റ് വായിച്ചു നോക്കാം. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി പെൺകുട്ടികൾ ചെയ്ത വീഡിയോ എന്നാണ് മസ്താനി പണ്ട് സവാദിനെതിരെ വീഡിയോ ചെയ്തപ്പോഴും ആൾക്കൂട്ട വിധി എഴുതിയത്. ഒടുവിൽ എന്തായി? സവാദ് പിന്നെയും ക്രൈം ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ മസ്താനിയാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടു. അതിനിപ്പോ എന്താ? അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? സവാനി മസ്താനി വിഷയത്തിൽ ഇവിടെ ഭൂരിഭാഗം ആളുകളും മസ്താനിയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. എന്ന് കരുതി സവാദിനെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പേർ അന്ന് അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്തവരെ പോലും ട്രോളി കൊന്നവരാണ് മലയാളികൾ. അന്ന് മസ്താനെ വീഡിയോ എടുക്കുക മാത്രമല്ല ചെയ്തത്, സ്പോട്ടിൽ പ്രതികരിച്ചിരുന്നു. ഒടുവിൽ സവാദിന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ വന്നു. പിന്നീട് അയാൾക്കെതിരെ മസ്താനി കേസും കൊടുത്തിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയാണോ കാര്യം? ഇവിടെ ഷിംജിത്ത് സ്പോട്ടിൽ പ്രതികരിച്ചില്ല, കേസും കൊടുത്തില്ല. പകരം ഒന്നുമല്ലാത്തൊരു വീഡിയോ അങ്ങ് എടുത്തു വെച്ചു. ഒരു പാവ മനുഷ്യനെ കൊന്നു. അതുകൊണ്ട് സവാദിനെ പോലുള്ള ഒരു നാറിയെ കമ്പയർ ചെയ്തുകൊണ്ട് ഈ മരിച്ചുപോയ ദീപകിനെ അപമാനിക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അല്ലാതെ എന്താ നിന്നോടൊക്കെ ഇപ്പൊ പറയാ? നിനക്ക് കണ്ടല്ലോ, കണ്ടാമൃഗത്തിനേക്കാളും തൊലിക്കെട്ടിയാണ്. എന്ത് പറഞ്ഞാലും ഏരിക്കില്ലെന്ന് അറിയാം. ബാക്കി വെച്ച് നോക്കാം. ആ വീഡിയോ പുറത്തു വിട്ടപ്പോൾ എന്തൊക്കെ ആക്രമണമാണ് മസ്താനി നേരിട്ടത് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് നേരെയും പറയുന്ന വാചകം ഇതാണ്: സോഷ്യൽ മീഡിയയിൽ വൈറലാകാനെന്ന്. ഏത് പെണ്ണിനാണ് ഇവിടെ സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്? ഏത് പെണ്ണിനാണ് സപ്പോർട്ട് കിട്ടാതിരുന്നിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞേ. ഇങ്ങനെയുള്ള വിഷയത്തിൽ അന്നും ഇന്നും എന്നും പെണ്ണിനെ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി അങ്ങോട്ട് കഥ മാറും. ഇത്രയും കാലം കിട്ടിയ സപ്പോർട്ട് ഇനി അങ്ങോട്ട് കിട്ടുമെന്ന് കരുതണ്ട. ഇത് നിങ്ങൾ സ്ത്രീകളായിട്ട് തന്നെ വരുത്തി വെച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അപ്സ എന്ന് പറയുന്ന പെൺകുട്ടി, ഈ ആഴ്ച ഷിംജിതയും. ഈ അപ്സ കേസ് വരുന്നത് വരെ ഈ സ്ത്രീകൾ ബസ്സിലും ട്രെയിനിലും വെച്ച് നേരിടുന്ന അതിക്രമങ്ങളിലെല്ലാം സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഭൂരിഭാഗം മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അപ്സയുടെ ഇത് വൈറലാകാൻ വേണ്ടിയുള്ള ഉടായ്പ പരിപാടിയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവൾക്കെതിരെ സംസാരിച്ചത്. ആദ്യമായിട്ടാണ് എനിക്ക് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. മറ്റേത് ഏത് സ്ത്രീകളെയും കണ്ണടിച്ച് വിശ്വസിക്കാറായിരുന്നു പതിവ്. അപ്സയുടേത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരിക്കും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഷിംജിതയുടെ വരവ്. അതോടെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് മനസ്സിലായി. വൈറലാവാൻ വേണ്ടിയുള്ള എളുപ്പ വഴികൾ തേടി സകല പെണ്ണുങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഭാവിയിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസ് ഉണ്ടായാലും ഒരു സ്ത്രീയുടെ കൂടെ നിൽക്കാൻ ഈ സമൂഹം ഒന്ന് മടിക്കും. കാരണം ആ വിശ്വാസം കൊണ്ട് നഷ്ടപ്പെട്ടില്ല. എന്തായാലും ജയിച്ച് ബാക്കി പറഞ്ഞാട്ടെ. ഏത് സ്ത്രീകളും അവർക്കെതിരെ എന്തെങ്കിലും നടക്കുന്നത് തെളിവ് സഹിതം കാണിച്ചാലും അവളെ തെറി പറയാനും ഏറിൽ കയറ്റാനും മാത്രമേ ഇവിടുത്തെ ആളുകൾ നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത വയലൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാനും പെണ്ണുങ്ങളെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അതുകൊണ്ട് വൈറലാകാൻ ചെയ്തു എന്ന നുണമൊന്നും അധികം പ്രചരിപ്പിക്കാതെ. ഈ നുണ പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നാളെ ആർക്കെങ്കിലും ഇങ്ങനെ ലൈംഗിക അതിക്രമം ഉണ്ടാകാതിരിക്കട്ടെ. പൊന്നോര മുത്തുമോളെ, ഉളുപ്പുണ്ടടി മധുര വർത്തനം പറയാൻ. നീ ഏത് കോണത്തിലെ ഫെമിനിസ്റ്റ് ആടി? ഒരു യഥാർത്ഥ ഫെമിനിസ്റ്റ് എന്താണ് ചിന്തിക്കുക? ഒരു സ്ത്രീയും ആക്രമിക്കപ്പെടരുത് എന്നല്ലേ? എന്നാൽ ഇവിടെ പറഞ്ഞത് കേട്ടോ, ഷിംജിതയ്ക്കെതിരെ സംസാരിക്കുന്നവരുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നാളെ ഇതുപോലുള്ള അതിക്രമങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. അതായത് നിന്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ ആക്രമിക്കപ്പെടണം, എന്നാലും നീക്ക് പഠിക്കുമെന്ന് തന്നെയാണ് ഇവൾ ഉദ്ദേശിച്ചത്. ഒരുമാതിരി പ്രാക്കുന്ന പരിപാടിയിൽ ഇവള് ചെയ്തത്. പെണ്ണുങ്ങൾ ആക്രമിക്കപ്പെട്ടാലും വേണ്ടില്ല, അവളുടെയൊക്കെ വീട്ടിലെ ആണുങ്ങൾ ഒരു പാഠം പഠിച്ചാൽ മതി എന്നൊരു ലൈനാണ് ഇവൾക്ക്. ഇവളൊന്നും യഥാർത്ഥ ഫെമിനിസ്റ്റ് അല്ല, അന്ധമായ പുരുഷ വിരോധമാണ് ഇവൾക്കൊക്കെ. അതാണ് ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവൾക്കെതിരെ നല്ല ഹെയ്റ്റ് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവൾക്ക് അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് ഇവൾക്ക്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ വായിച്ചുതരാം. പലരുടെയും വിചാരം കൂട്ടമായി വന്ന് തെറി വിളിച്ചാൽ ഇപ്പൊ പേടിച്ച് ഓടിപ്പോകുമെന്നാണ്. പ്രതികരിക്കുന്ന സ്ത്രീകളെ സൈബർ ആക്രമണം ചെയ്ത് തെറി വിളിച്ച് വാ അടുപ്പിക്കാമെന്ന് നോക്കണ്ട. പ്രതികരിക്കുന്ന സ്ത്രീകളോ? അതാരാണ് ഈ പ്രതികരിക്കുന്ന സ്ത്രീകൾ? നിന്നെയും ഷിംജിതയും പോലുള്ളവരാണ് ഈ പ്രതികരിക്കുന്ന സ്ത്രീകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഒന്ന് ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടത്തിലേ ഉൾപ്പെടുത്തിയിട്ടില്ല. നീയൊക്കെ എല്ലാ പുരുഷന്മാരും ഉടായ്പാണെന്ന് പറഞ്ഞു നടക്കുന്ന പുരുഷ വിരോധികളുടെ കൂട്ടത്തിലാണെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. നീയും ഷിംജിതയും അടക്കമുള്ള കുറച്ച് പേര് ഉടായ്പാണെന്ന് കരുതി സകല സ്ത്രീകളും അങ്ങനെയാണെന്ന് പറഞ്ഞ് സ്ത്രീ വിരോധികളാവുന്നതല്ല ഇവിടുത്തെ പുരുഷന്മാർ. അതുകൊണ്ട് തന്നെ നിന്നെ പോലുള്ള സ്ത്രീകളെല്ലാം വേറൊരു കാറ്റഗറിയിൽ കാണാനാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം. അതുകൊണ്ട് സ്വയം സ്ത്രീ എന്നൊന്നും വിശേഷിപ്പിക്കേണ്ട. നിങ്ങളുടെ കാറ്റഗറിക്ക് ഒരു പേര് ഇടുന്നുണ്ട്, ഞങ്ങൾ പേരിട്ട ശേഷം അത് പറയാം. എന്തായാലും സ്ത്രീ എന്ന കാറ്റഗറിയിലൊന്നും നിന്നെ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളുടെ അമ്മയും പെങ്ങളും ഭാര്യയും ഒക്കെയുള്ള ആ കാറ്റഗറിയിൽ നിന്നെ പോലുള്ള വിശപ്പാമ്പുകളെ ഉൾപ്പെടുത്താൻ തൽക്കാലം ഉദ്ദേശമില്ല. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഇനി പെണ്ണുങ്ങൾ നിങ്ങളെ ആക്രമണങ്ങൾ സഹിച്ചു നിൽക്കുമെന്ന് കരുതണ്ട. അല്ലെങ്കിലും ആര് പറഞ്ഞു നിന്നോടൊക്കെ സഹിച്ചു നിൽക്കാൻ? നീയൊക്കെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തോ. ഇനിയൊന്നും നിന്നെ ഒന്നും സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പുരുഷന്മാരുടെയും തീരുമാനം. അതുകൊണ്ട് വല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട. ഇനി പണ്ടത്തെ പോലെയല്ല, എന്ത് അപരാധം വിളിച്ചു പറഞ്ഞാലും ആരും മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. ചുട്ട മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കും. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല.
ബാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് കൂടി വരുന്ന വിവാഹമോചനങ്ങൾ തന്നെ. പിന്നെ പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇവിടെ സ്ത്രീകൾ മാത്രമാണ് വിവാഹമോചനം തേടുന്നത്. പുരുഷന്മാർ മുൻകൈ എടുത്ത് നടത്തുന്ന ഇഷ്ടംപോലെ ഡിവേഴ്സുകൾ ഉണ്ട്. ആദ്യം അതൊന്ന് പഠിച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് വളർന്നു വരുന്ന പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറയുന്നത്. കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, പിന്നെ ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴികൾ നോക്കിക്കോളാം. അങ്ങനെ കല്യാണം കഴിക്കാത്ത ഡിമാൻഡ് കാണിച്ച് നടക്കുന്ന പുരുഷ വിരോധികളായിട്ടുള്ള സ്ത്രീകളെ ഞങ്ങൾക്കും വേണ്ട. നിന്നെ പോലുള്ള സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് വെറുതെ ജീവിതം കോഞ്ഞാട്ടാക്കുന്നത്? അതിന് നല്ലത് സിംഗിൾ ലൈഫ് തന്നെയാണ്. നിങ്ങൾ ഇവിടെ പ്രതികരിക്കുന്ന സ്ത്രീകൾ ഒരു വശത്ത് തെറി വിളിച്ച് മറുവശത്ത് അയ്യോ ഞങ്ങൾക്ക് പെണ്ണില്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചിരിക്കൂ. തെറിവിളികൾ റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള സ്ത്രീകൾ ഉപയോഗിച്ചുള്ള വീഡിയോകൾ അതല്ലെങ്കിൽ കണ്ടന്റുകൾ തുടരൂ. റീച്ച് കിട്ടാൻ വേണ്ടി ഇവിടെ ആരാണ് വീഡിയോകളും കണ്ടന്റുകളും ചെയ്യുന്നത് ഇവിടുത്തെ മനുഷ്യന്മാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ റീച്ച് കിട്ടാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഒരു മനുഷ്യന് ജീവിതം നഷ്ടപ്പെട്ടതെന്നും എല്ലാവർക്കും ഇവിടെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ അധികം കൊണക്കണ്ട. നീയൊക്കെ ഇനി തലകുത്തി നിന്നിട്ടും കാര്യമില്ല മോളെ. ഷിംജിതയൊന്നും നിനക്ക് വെളുപ്പിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഷിംജിതയെ ഇത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇട്ട് കൂട്ടിയ ശ്രീലക്ഷ്മി അറക്കലിന്റെ ആ ഒരു ശുഷ്കാന്തി നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. ഇനി നമുക്ക് കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട ആർജ അഞ്ജലിയുടെ പോസ്റ്റ് ഒന്ന് വായിച്ചോ. സോഷ്യൽ മീഡിയ അല്ല കോടതി, കമന്റ് ബോക്സ് അല്ല നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നതും. ബസ്സിൽ എത്രയോ തവണ ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നത് പരാതി നൽകാനാകട്ടെ. ഒരു ഇരയെ കിട്ടിയ സന്തോഷത്തിൽ ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്കാരുടെ പുച്ഛം മാത്രമാണ്. സ്ത്രീകൾ കൊടുങ്കൈ ചെയ്താൽ വീണ്ടും പ്ലേറ്റ് തിരിച്ചു വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും. തെറ്റ് ചെയ്തവർ നിയമം മൂലം ശിക്ഷിക്കപ്പെടട്ടെ. സ്വയം പ്രഖ്യാപിത കോടതികളെ. അതെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യവും. ഷിംജിത ശിക്ഷിക്കപ്പെടണം. പിന്നെ ഒരു ഇരയെ കിട്ടിയതിന് ആർപ്പ് വിളിക്കുന്ന റിവ്യൂ കമ്മിറ്റിക്കാരുടെ പുച്ഛം മാത്രമാണ് എന്നാണ് ഇവിടെ അഞ്ജലി പറയുന്നത്. അല്ല, ആരെയാണ് ഇവിടെ ഇര എന്നതുകൊണ്ട് അഞ്ജലി ഉദ്ദേശിച്ചത്? ഷിംജിതയാണോ? ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. അതില്ല എന്ന് പണ്ടേ അഞ്ജലി തെളിയിച്ചതാണ്. എന്നാലും ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞ ഷിംജിതയെ എങ്ങനെയാണ് ഇവൾക്കൊക്കെ ഒരു ഇര എന്ന് വിളിക്കാൻ പറ്റുന്നത്? ഇവൾക്ക് എന്ത് തരം ഇരയാണ്? ഇവളെ ഇര എന്നല്ല, വേട്ടക്കാരി എന്നാണ് വിളിക്കേണ്ടത്. അസല് വേട്ടക്കാരി. എന്നാലും എങ്ങനെയാണ് ചില സ്ത്രീകൾക്ക് ഇങ്ങനെ അന്ധമായ പുരുഷ വിരോധവും പേര് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെ ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് കൂടി ഞാൻ കണ്ടു. ആ പോസ്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്: പെണ്ണുങ്ങൾ പാരസ്പര്യം പുലർത്തുകയോ? ബസ്സിൽ മറ്റൊരു സ്ത്രീയെ അയാൾ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഈ സ്ത്രീ മുതിരുന്നത്. അയാൾക്ക് അത് മനസ്സിലായി. അങ്ങനെയാണ് സാധാരണ ആണിന്റെ വെല്ലുവിളി പോലെ അവളെ മാത്രമല്ല നിന്നെയും മുട്ടും, നീ വീഡിയോ എടുക്ക് എന്ന് ആ സ്ത്രീയെ ഒരുങ്ങുന്നത്. എന്നിട്ട് അയാൾ ഒരു പ്രത്യേക തരത്തിൽ നോക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് നോക്കി. ദീപക് വേറൊരു പെണ്ണിനെ മുട്ടി നിൽക്കുകയായിരുന്നു. അത് കണ്ട് ഷിംജിത വീഡിയോ എടുത്തു. ഷിംജിത വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ദീപകിന്റെ അഹന്തത ഉണർന്നു. അവളെ മാത്രമല്ല നിന്നെയും മുട്ടുമെന്ന് പറഞ്ഞ് ദീപക് ഷിംജിതയെ മുട്ടുരുമി നിന്നു. ചേച്ചി എല്ലാം ലൈവായി കണ്ട പോലെയാണ് എഴുതി വെച്ചേക്കുന്നത്. അവളെ മാത്രമല്ല നിന്നെയും മുട്ടുമെന്ന വെല്ലുവിളിയോടെയാണ് ദീപക് ഷിംജിതയെ മുട്ടിയത് പോലും. ആരെങ്കിലും വിശ്വസിക്കുന്നത്? അപമാന ഭാരത്താൽ മനന്നൊന്ന് ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനാണ് ദീപക്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് ഓർക്കണം. ഇങ്ങനെ വെല്ലുവിളിയും ആണഹന്തതയും ഒക്കെയുള്ള ഒരാളാണ് ദീപക് എങ്കിൽ അയാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എഴുതി വിടന്നെ. വല്ലാത്ത ജാതി പെണ്ണുങ്ങൾ തന്നെ ഇഷ്ടം. ഇവരൊക്കെ ശരിക്കും പേടിക്കണം. ഇനി മറ്റൊരു പ്രമുഖ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള വഫ ഹുസൈൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് കാണണം. കണ്ടോക്കാം. ഓരോ ദിവസവും സ്ത്രീകൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, ബസ് ആയിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഹറാസ്മെന്റുകൾ നേരിടുന്ന ആൾക്കാരാണ്. നൂറുകണക്കിന് ജെന്യൂൻ ആയിട്ടുള്ള കേസുകളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറയുമ്പോൾ അത് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, ഒരു കറേജ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു ട്രെൻഡ് അല്ല. ഈ പറയുന്ന ഒന്നോ രണ്ടോ ഫേക്ക് കേസുകൾ തലവെക്കുമ്പോൾ നൂറുകണക്കിന് ജെന്യൂൻ ആയിട്ടുള്ള കേസുകളെയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അവർക്ക് അങ്ങനെ പുറത്ത് വന്ന് പറയാനോ എക്സ്പോസ് ചെയ്യാനും പേടിയായിരിക്കും. കാരണം ഒരു റേപ്പ് കേസോ അല്ലെങ്കിൽ മൊളസ്റ്റേഷനോ സേഫ്റ്റി പ്രോബ്ലംസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഇത് ഫേക്ക് ആണോ ജെന്യൂൻ ആണോ എന്ന് നോക്കാനാണ് ഏറ്റവും കൂടുതൽ ഏർജ് ഉള്ളത്. ഇപ്പൊ കണ്ടില്ല ഒരാൾ സൂയിസൈഡ് ചെയ്തത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ ഒരു പുരുഷന്റെ മേലെ ഒരു അക്യൂസേഷൻ ഫേക്ക് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ there is no undo button. സോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫേക്ക് കേസുകൾ വരുമ്പോൾ നൂറുകണക്കിന് ജെന്യൂൻ കേസുകളാണ് അതിനെ ബാധിക്കുന്നത് എന്നുള്ളത്. അതെ, എന്തൊരു എളിമയോടെയാണ് വഫത്താത്ത സംസാരിക്കുന്നത് അല്ലെ. ഷിംജിതയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ ഇവര് തയ്യാറായില്ല. ദീപകിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും വഫത്താത്തക്ക് സമയം കിട്ടിയില്ല. ഇവിടെ ഒരു പെണ്ണെങ്ങാനമാണ് ഇതുപോലെ ആത്മഹത്യ ചെയ്തതെങ്കിൽ കാണാമായിരുന്നു വഫയുടെ പ്രസംഗം. പക്ഷെ ഒരു പെണ്ണ് പ്രതിസ്ഥാനത്ത് വന്നപ്പോൾ വഫയുടെ നാവ് ഇറങ്ങിപ്പോയി. ഇനി കഴിഞ്ഞ നവംബറിൽ വഫ തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഒരു പെൺകുട്ടി ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹറാസ്മെന്റോ മൊളസ്റ്റേഷനെ കുറിച്ച് സംസാരിച്ചാൽ ചോദിക്കും തെളിവ് എവിടെയാണ്? ഇനി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ പറയും ആദ്യത്തെ തുടലിൽ തന്നെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു എന്ന്. എന്തെങ്കിലും പോസ്റ്റ് ചെയ്താലും കുറ്റം, കോൾ ഔട്ട് ചെയ്താലും കുറ്റം, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതും കുറ്റം. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? പിന്നെ വേറൊരു ടീമുണ്ട്. എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ? അവർ വികലാംഗരെ പോലെയാണോ? അവർ മറ്റുള്ളവരെ പോലെയാണോ? അങ്ങനെയാണോ സ്ത്രീകളെ കാണുന്നത്? ഇതുകൊണ്ടൊക്കെയാണ് റിസർവേഷൻ. ഞങ്ങൾക്ക് നിങ്ങളുടെ പോലെ ആണുങ്ങളുടെ പോലെ വളരെ സേഫ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതൊന്നും പണ്ട് മുതലേ കിട്ടാത്തത് കൊണ്ടാണ് റിസർവേഷൻ.
മനസ്സിലാക്കും മണ്ടന്മാരെ. അതെ, മനസ്സിലാക്കും മണ്ടന്മാരെ. എന്തായാലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നപ്പോ ഒറ്റയടിക്ക് ആണുങ്ങളെ മുഴുവനും ജനറലൈസ് ചെയ്തത് കണ്ടോ? ഈ ഒരു ആവേശം എന്താണ് ഇപ്പൊ കാണാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഇനി സീക്രട്ട് ഏജന്റിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടോക്കാം. പിന്നെ എവിടത്തെങ്കിലും കടം വാങ്ങി ലോൺ എടുത്തോ അല്ലെങ്കിൽ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ വെച്ച പൈസ കൊടുത്തിട്ടോ അല്ല കാറോ ബൈക്കോ മേടിച്ചാളി ആണുങ്ങളോടാണ് ബസ് പോവാൻ നിൽക്കരുത്. അതായത് ആൾക്കൂട്ടമുള്ള സ്ത്രീകളടക്കം വരുന്ന ഒരു കൂട്ടത്തിലൂടെ നമ്മൾ പോകുമ്പോ ഇങ്ങനെ പോവുക. അല്ലെങ്കിൽ വേറൊരു സാധനം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ വീട്ടിൽ ഞാൻ ഇങ്ങനെ ആക്കും. ഇങ്ങനെ പോവുക. എനിക്കൊന്നും അറിയണല്ലോ എന്നിട്ട് എന്താ സംഭവം. നമ്മുടെ നാട്ടില് ഓരോ ദിവസവും ഒരുപാട് മോളസ്റ്റേഷൻ, സെക്ഷൽ അസോൾട്ട്, റേപ്പ് കേസുകൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്. സൗമ്യ എന്ന് പറയുന്ന ഒരാളെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ടാണ് റേപ്പ് ചെയ്ത് കൊന്നിട്ടുള്ളത്. അതിനുശേഷം ട്രെയിനിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറിയിരുന്നിട്ടാണോ പോവാറുള്ളത് ആണുങ്ങളെ കാണുമ്പോൾ? അല്ലാലോ. ബിക്കോസ് പെൺകുട്ടികൾക്ക് അറിയാം, അല്ലെങ്കിൽ വിമണിന് അറിയാം എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല എന്നുള്ളത്. ക്രിമിനൽ ആയിട്ടുള്ളത് എല്ലാ ജെൻഡറിലും ഉണ്ട് എന്നുള്ളത്. ഒരു ഫോൾസ് അക്യൂസേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പേടിയായി, നിങ്ങൾക്ക് അത് ജനറലൈസ് ചെയ്ത് എന്തൊക്കെയല്ലേ. സ്ത്രീകൾ ദിനം പ്രതി ഇങ്ങനത്തെ കാര്യങ്ങൾ നേരിടുമ്പോൾ നമ്മളിങ്ങനെ വിട്ടിരിക്കാറുണ്ടോ? എല്ലാ പുരുഷന്മാരിൽ നിന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വിട്ടിരിക്കാറുണ്ടോ സ്ത്രീകൾ? അറിയും, പേടിച്ച് മാറിയിരിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ട്രാവൽ ചെയ്യലേ ഉണ്ടാവില്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. എല്ലാ ജെൻഡറിലും ഉണ്ട് ക്രിമിനൽ മൈൻഡ് ഉള്ള ആൾക്കാർ, എല്ലാ ജെൻഡറിലും ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് പേര്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടക്കണം എന്ന്. ഓക്കെ, അല്ല, എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന് വേണ്ടി സംസാരിക്കുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്ര ചൊറിച്ചില്? സായി ഇവിടെ പറഞ്ഞതിന് എന്താ തെറ്റ്? പുരുഷന്മാർക്ക് പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എല്ലാ പുരുഷന്മാരും പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകളാണെന്ന് നിങ്ങളെപ്പോലുള്ള ഫെമിനിസ്റ്റുകൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അത്രയൊന്നും എന്തായാലും സായി പറഞ്ഞിട്ടില്ലല്ലോ. ആണുങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നടക്കുന്നത് നല്ലതാണെന്നല്ലേ സായി പറഞ്ഞിട്ടുള്ളൂ. അതിനിപ്പോ എന്തിനാണ് ഇത്ര ചൊറിച്ചില്? അല്ല, സ്ത്രീകൾ സൂക്ഷിച്ച് നടക്കണമെന്ന് നിങ്ങളും പറയാറില്ലേ? അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ ഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരും അവളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പുരുഷൻ ഒരു പ്രശ്നം വന്നപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളത് കണ്ടില്ല. പക്ഷെ എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അങ്ങനെ പറയാൻ ഞാനൊരു സ്ത്രീ വിരോധി ഒന്നുമല്ല. അല്ലെങ്കിലും ഈ അൾട്രാ ഫെമിനിസ്റ്റുകളൊന്നും ഒരു സ്ത്രീയായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടുമില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.